പാലക്കാട്ടെ ചികിത്സാ വീഴ്ചയിൽ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുത്തതിൽ ഇന്ന് പ്രതിഷേധമുണ്ട്. ജില്ലയിൽ സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഇന്ന് കരിദിനം ആചരിക്കും. കൈമുറിച്ചു മാറ്റിയ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, ഗുഡ് മോർണിംഗ്. ഇക്ബാൽ, കരിദിനം ആചരിക്കുമ്പോൾ OP തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഇപ്പോൾ KGMOയുടെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒരു കരിദിന ആചരണം ഇപ്പോൾ ഇന്ന് ആരംഭിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. രാവിലെ OP സമയം ആരംഭിക്കുന്നത് മുതൽ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ കരിദിനം ഡോക്ടർമാർ ആചരിക്കും. ഡോക്ടർമാർ പ്രധാനമായും പറയുന്ന കാര്യം എന്ന് പറയുന്നത് യാതൊരു രീതിയിലുള്ള അന്വേഷണത്തിന്റെ കണ്ണുമില്ലാതെയോടുകൂടിയാണ് ഈ ഡോക്ടർമാരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് എന്നുള്ളതാണ് KGMO പറയുന്നത്. പ്രോട്ടോകോൾ പിഴവ് എന്ന് മാത്രമാണ് ആരോഗ്യ വകുപ്പിന്റെ നടപടിയിൽ ഇപ്പോൾ പറയുന്നത്. പക്ഷേ എന്ത് രീതിയിലുള്ള പിഴവ് സംഭവിച്ചുവെന്ന് ഇതുവരെയും ആരോഗ്യ വകുപ്പ് അല്ലെങ്കിൽ DMO ലെവലുള്ള ഉദ്യോഗസ്ഥരോ ഡോക്ടർമാരെ അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ള നടപടി അത് ഒട്ടും അംഗീകരിക്കില്ല. തങ്ങൾ അതിനോട് ഒട്ടും ആ ഒരു നടപടിയെ ഒട്ടും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ KGMO ഇന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ പാലക്കാട്ടെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കരിദിനം ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഡോക്ടർമാർക്കെതിരായിട്ടുള്ള നടപടി ഉടൻ തന്നെ പിൻവലിച്ചിട്ടില്ലെങ്കിൽ 13-ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ OP പൂർണ്ണമായും ബഹിഷ്കരിക്കും. 14-ന് പാലക്കാട് ജില്ലയിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലെയും OP ബഹിഷ്കരിക്കുമെന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സയും തങ്ങൾ നൽകിയിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘടന പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ കുട്ടിക്ക് സംഭവിച്ചതെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം, വിശദമായും സമഗ്രമായിട്ടുള്ള അന്വേഷണം അത് ആരോഗ്യവകുപ്പ് നടത്തണം. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പായി ഇത്തരത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് അംഗീകരിക്കില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് KGMOയുടെ ഭാരവാഹികൾ അറിയിച്ചുള്ളത്. KGMOയുടെ എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങൾക്കും പൂർണ്ണ പിന്തുണ എന്ന് ഇപ്പോൾ IMAയും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ആ കുഞ്ഞിന് സംഭവിച്ചത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവമാണ്. ആരുടെ ജാഗ്രത കുറവാണെങ്കിലും ഇനി പ്രോട്ടോകോൾ വയലേഷൻ ആണെങ്കിലും ശരി, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്വന്തം കൈയല്ലേ. ഒന്ന് ആലോചിച്ചു, ഇനി ഇതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ?